ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. അപ്പം നമുക്ക് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 41 റിവ്യൂ പറയാം. റിവ്യൂ പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓണിയൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നതാണ് കാണിക്കുന്നത്. അതായത് ഇത് ഒരു ഷോ ആണ്. ഇങ്ങനെ ഒരു ഷോയിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനൊരു ഫോൾസ് അലിഗേഷൻ വെച്ചിട്ട് ഇവരുടെ കൂടെ ഞാൻ എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യണം? എൻ്റെ കരിയറിനെയും എൻ്റെ ഫാമിലിയെയും ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ്. എന്നെയും മെൻ്റലി ഒരുപാട് ഇത് എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് കിട്ടണം. എന്നെ ഒന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണം, എനിക്ക് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ബെഡ്റൂമിൽ ഇരുന്നിട്ട് ജിസേൽ, റെന ഫാത്തിമ, ബിന്നി, ആദില, നൂറ സംസാരിക്കുന്നതാണ്. ഇന്നലെ ഉണ്ടായ ഈ വിഷയം തന്നെ ലക്ഷ്മിയും ഓനിയലിനെ പറഞ്ഞ വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ റെന ഫാത്തിമയും ബിന്നിയും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നമാരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജിസേൽ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ആദിലെ നൂറേനെ വെച്ചിട്ട് ഇങ്ങനെയാണ് പിടിച്ചത്, വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ്. പക്ഷേ ലക്ഷ്മി പറയാനായിട്ട് ലക്ഷ്മിക്ക് എന്തോ എഫക്റ്റ് ആയ പോലെയാണ് ലക്ഷ്മി പറയുന്നത്. എന്നിട്ട് ലക്ഷ്മി അപ്പോൾ അതിൽ പറയേണ്ട, എന്നിട്ട് ലക്ഷ്മി പറഞ്ഞു ഞാനിങ്ങനെ ആണുങ്ങൾ തൊട്ട് ഒരുമിയുള്ള ഗെയിമൊന്നും കളിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ബിഗ് ബോസിലേക്ക് വന്നത്, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് ഓണിയൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കുകയാണ് ആ ഇഷ്യൂവിൽ എന്നൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിച്ചത് നമ്മുടെ ഹോട്ട്സ്റ്റാറിലുള്ള ഫാൻ സോണിൻ്റെ ക്വസ്റ്റ്യനിൽ എല്ലാവരോടും ബ്ലാക്ക് ഡ്രസ്സ് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വന്ന് പറയുന്നതാണ്. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിച്ചത് ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷൻ ചെയ്യാനുള്ള ടാസ്ക്കാണ്. അതിൽ 2 പേർക്ക് പവർ കൊടുത്തു. അനീഷിനും ന്യൂറക്കും സൂപ്പർ പവർ കൊടുക്കുന്നതാണ്. അത് ഡയറക്റ്റായിട്ട് ഓരോരുത്തരിനെ ക്യാപ്റ്റൻസിയിലേക്ക് അവർക്ക് 2 പേർക്കും നോമിനേഷൻ ചെയ്യുക. അതായത് റിംഗ് മാസ്റ്ററായി നല്ല രീതിയിൽ പെർഫോം ചെയ്തതിനും ന്യൂദില കമ്പനിയുടെ ചെരുപ്പ് കമ്പനിയുടെ ഓണറിനും കൂടെയുള്ള ഇതായിരുന്നു അത്. അവർ വന്നിട്ട് അനീഷ് വന്നിട്ട് സെലക്ട് ചെയ്തത് ആ ടീമിൽ നന്നായി ഗെയിം കളിച്ചത് റെന ഫാത്തിമയാണ്. അവൾക്കാണ് ഒരു ടാസ്ക് കൊണ്ട് തന്നെ 4 കോയിൻ കിട്ടി എന്നുള്ള രീതിയിൽ അനീഷ് റെന ഫാത്തിമാനെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്തത്. അതുപോലെ നൂറ വന്ന് സെലക്ട് ചെയ്തത് ഓണിയലിനെയാണ്. ആ കമ്പനി പൊളിക്കാൻ ഏറ്റവും കൂടുതൽ കുതന്ത്രങ്ങൾ മെനഞ്ഞ ആളാണ്, നല്ല കണ്ണിങ് ഗെയിമായിരുന്നു എന്നുള്ള രീതിയിൽ ഓണിയലിനെയാണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ജിഷിനെയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകാനുള്ളത് ജിഷിൻ, ഓണിയൽ, റെന ഫാത്തിമയാണ്. അതിനുശേഷം പിന്നെയും കാണിച്ചതാണ്. അപ്പോൾ പ്രവീൺ കിച്ചണിൽ നിന്ന് സംസാരിക്കുകയാണ്. ഈ കിച്ചണിൽ ഇത്രയും നാൾ ഇപ്പോൾ ഞാൻ ക്യാപ്റ്റൻ ആയതിന് ശേഷം എവിടെയുമില്ലാത്ത വഴക്കുകളാണ് ഈ കിച്ചണിൽ വന്നത്. ആ ആൾ കിച്ചണിൽ വന്നു, ഈ ആൾ കിച്ചണിൽ വന്നു, തക്കാളി എടുത്തിട്ട് പോയി, ക്യാരറ്റ് എടുത്തിട്ട് പോയി, എന്തെല്ലാം വഴക്ക് വരാൻ പറ്റുമോ എല്ലാ വഴക്കും കിച്ചണിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം ഇത് ചെയ്തിട്ടുമുണ്ട്, പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് വിട്ടിട്ടുമുണ്ട്. എൻ്റെ രീതിയിൽ നല്ല കിച്ചൺ ക്യാപ്റ്റനാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നപ്പോൾ ഒരാൾ പോലും എനിക്ക് നോമിനേറ്റ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ അടുക്കളയിൽ നിന്നിട്ട് സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണിച്ചത്. പിന്നെ അടുത്തായി കാണിച്ചാണ് പണിപ്പൂര പ്രവേശനം. പണിപ്പൂര പ്രവേശനത്തിൽ നമ്മൾ പ്രേമോ കണ്ടിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് കാണിച്ചത്. പണിപ്പുര പ്രവേശനത്തിൽ ആർക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോയിൻസ് കിട്ടിയിട്ടുണ്ടല്ലോ, ആ കോയിൻസിൻ്റെ കൗണ്ട് വെച്ചിട്ടാണ് എത്ര പോയിന്റ് എന്ന് കണക്കാക്കുക. അങ്ങനെ ആർക്കൊക്കെ എന്തൊക്കെ കോയിൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ആര്യന് 3 കോയിൻ, റെന ഫാത്തിമക്ക് 4 കോയിൻ, ജിസേലിന് 2 കോയിൻ, നിവീന് 1 കോയിൻ, അനുമോൾക്ക് 3 കോയിൻ, പ്രവീണിന് 2 കോയിൻ, സാബ്മോന് 2 കോയിൻ, അനീഷിന് 3 കോയിൻ. മൊത്തം ഇവർക്ക് 20 പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത്. 3 മിനിറ്റ് സമയമുണ്ട്. പക്ഷേ ഇവിടെ സമയം കൂടുതലുണ്ട് ഇപ്രാവശ്യം. പക്ഷേ പോയിൻറ്റ്സ് ഇല്ല, സാധനങ്ങൾ എടുക്കാനുള്ള പോയിൻറ്റ്സ് ഇല്ല എന്നതാണ് ഇതിലൊരു പ്രത്യേകതയായിട്ട് വന്നത്. ഒരുപാട് സമയം 3 മിനിറ്റ് സമയം കിട്ടി എല്ലാവർക്കും കൂടെ, കുറേ പേർക്ക് കയറുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും പണിപ്പുരയിലേക്ക് പോയി ബസർ അടിച്ചു. എല്ലാവരും കുറേ എടുക്കണമെന്ന് അവർക്കുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് കുറേ എടുത്തിട്ട് വരാം, എന്നിട്ട് തിരിച്ചു വെക്കാലോ. ഇപ്പോൾ ടൈം കഴിയുന്നതിന് മുമ്പ് പുറത്തേക്ക് വന്നില്ലെങ്കിൽ കിട്ടിയ സാധനങ്ങളൊക്കെ അകത്തേക്ക് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല, ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കാൻ എന്നൊക്കെ പറയണ്ട. എന്നിട്ടും എല്ലാവരും പുറത്തേക്ക് വന്നിട്ടും നമ്മുടെ നിവീൻ പുറത്തേക്ക് വരുന്നില്ല. നിവീൻ അവിടെ തന്നെ നിൽക്കുകയാണ്. നിവീനെ പിടിക്കുന്നുണ്ട്, എന്താ പറയുക, ജിസേൽ വന്ന് പിടിച്ചു വലിക്കുന്നുണ്ട്. അനുമോൾ വാ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അലറുന്നുണ്ട്. പക്ഷേ നിവീൻ വരുന്നില്ല. അവസാനം 5 സെക്കൻഡ് ബാലൻസ് ഉള്ളപ്പോഴാണ് നിവീൻ പുറത്തേക്ക് വന്നിട്ട്, എന്നിട്ട് നിവീൻ പറയും ചെയ്തു എനിക്ക് എല്ലാവരും കൂടെ 1 കോയിൻ അല്ലേ തന്നുള്ളൂ, അപ്പോൾ അതിൻ്റെ പ്രതികാരം ഞാൻ വീട്ടണ്ടേ, ഇങ്ങനെയല്ലേ എനിക്ക് പ്രതികാരം വീട്ടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക്
പറഞ്ഞിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പം 20 പോയിന്റിന് സാധനങ്ങളൊക്കെ എടുത്ത് ഇവർക്ക് കിട്ടിയ സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളെ കിട്ടിയുള്ളൂ. 1/2 കിലോൻ്റെ ചിക്കൻ, മട്ടൺ ആൻഡ് ഫിഷ് ഇതെല്ലാം കൂടെ 1/2 കിലോ, പിന്നെ പാലും കോഫി പൗഡറും കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മര്യാദക്ക് കോയിൻ തന്നാണെങ്കിൽ ഇപ്പോൾ എന്തോരം സാധനം എടുക്കായിരുന്നു, ഇത്രയും സമയം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അകത്ത് വന്നിട്ട് ആരെയും പറയുന്നുണ്ട്, കോയിൻ തരാത്ത ഒരാൾക്കും എൻ്റെ ഫുഡ് ഞാൻ ഷെയർ ചെയ്യില്ല, എനിക്ക് കോയിൻ കിട്ടിയ എൻ്റെ ലക്ഷറി പോയിന്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഗെയിം കളിച്ച കോയിൻ മര്യാദക്ക് ഞങ്ങൾക്ക് തന്നാണെങ്കിൽ ഇപ്പോൾ എന്തോരം ഫുഡ് എടുക്കായിരുന്നു, ഞാൻ തരില്ല. ഷാനവാസും മസ്താനിയും ഒക്കെ കോയിൻ ഉണ്ടായിട്ടും കൂടെ ഞങ്ങൾക്ക് തന്നില്ല. 5 കോയിനൊക്കെയാണ് ഷാനവാസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആരും പറയുന്നുണ്ട്. അപ്പോൾ ജിഷിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഞാൻ വെജിറ്റേറിയനാണ്, എനിക്ക് നോൺ വെജിൻ്റെ ആവശ്യമില്ല, അപ്പോൾ എൻ്റെ ഷെയർ എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും കൂടെ കൊടുക്കും എന്നുള്ള രീതിയിൽ ആര്യനോട് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ആദ്യം എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഒന്നും ആർക്കും ഞാൻ ഷെയർ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ പറയുന്നുണ്ട്. അപ്പം അനുമോളും ന്യൂറൊക്കെ പറയുന്നുണ്ട്, ഫുഡിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആരും വീണ്ടും വായിട്ടല്ലോണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റനും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇപ്പം ഇപ്രാവശ്യത്തേക്ക് ചെയ്യാം, ഇനി ഗെയിം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എല്ലാം ഈ ലക്ഷറി പോയിന്റിനുള്ളതാണ്, അപ്പോൾ ഗെയിം മര്യാദക്ക് കളിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആരും വീണ്ടും അതായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, നീ മുടി വെട്ടാൻ പറഞ്ഞപ്പോൾ ഒരു 1000 പോയിന്റ് വേണ്ട, എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞവനല്ലേ, പിന്നെ ഇപ്പോൾ ഇത് മാത്രം എന്തിനാ അപ്പം നീ പറയണതെന്ന് പറഞ്ഞപ്പം ആര്യൻ്റെ വായടഞ്ഞു. പിന്നൊന്നും പറയാനില്ല. പിന്നെ സാധാ കൊനനം കുത്തുന്ന ഏർപ്പാടുണ്ടല്ലോ, അതേ ഉള്ളൂ പിന്നെ ആര്യൻ്റെ കയ്യിൽ. എന്നിട്ട് പിന്നെ കുക്കിംഗ് ടീമിൽ അവിടെ പോയിട്ട് കുക്കിംഗ് ടീമുള്ള ആര്യൻ തക്കാളി കട്ട് ചെയ്യുമ്പോൾ അതെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം ന്യൂറ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അനാവശ്യമായിട്ട് ഒരാളും സാധനങ്ങൾ എടുക്കരുത്, എല്ലാം ഈക്വലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ കിച്ചൺ ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാടില്ല, അപ്പോൾ അതെന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തതിനാണ് ഇന്നലെ അനുമോളിനെ എല്ലാവരും കൂടെ ഇത്രയും പറഞ്ഞത്, അപ്പോൾ അതേ കട്ട് ചെയ്യുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവിടെ സംസാരം ഉണ്ടാകുന്നുണ്ട്. അടുത്തതായിട്ട് കാണിച്ചാണ് ജയിൽ നോമിനേഷൻ. അപ്പോൾ ജയിൽ നോമിനേഷനിൽ എല്ലാവരും വന്ന് എല്ലാവരും ഒരേ റീസൺ വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ നോമിനേഷൻ ആരുടെയും ഫസ്റ്റ് തന്നെ എല്ലാവരും പറഞ്ഞത് ലക്ഷ്മിനെയാണ്. ലക്ഷ്മിനെ പറഞ്ഞത് ഓനിയലിൻ്റെ ആ ഒരു പ്രശ്നവും പിന്നെ ലക്ഷ്മിക്ക് ബോസ് കളിക്കലാണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ വായിൽ പറയാമെന്നല്ലാണ്ട് ഒരു ഗെയിം പോലും മര്യാദക്ക് കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ലക്ഷ്മിനെ 14 വോട്ടാണ് ലക്ഷ്മിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ജിസേലിനും പറഞ്ഞത് 8 വോട്ട് കിട്ടിയിട്ടുണ്ട്. 8 പേരും പറഞ്ഞത് ഏകദേശം ഒരേ റീസൺ തന്നെയാണ്. കാരണം വാഷ്റൂം ക്യാപ്റ്റനായിട്ടും വാഷ്റൂമിൻ്റെ കാര്യങ്ങൾ നോക്കാതെ, അവിടെ ക്ലീൻ ആണോ എന്താണോ ആ പരിസരത്തേക്ക് പോവാതെ കിച്ചൺ ടീമിൽ വന്നിട്ട് അവിടെ ഒരു അധികാരം സ്ഥാപിക്കണ പോലെ, ഇപ്പോൾ ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നമ്മൾ കൊടുത്താലും കൂടെ നമ്മുടെ തലയിൽ കയറണ പോലത്തെ പരിപാടികളാണ് ജിസയിൽ വന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അതിപ്പോൾ അവരുടെ ടീമിൽ തന്നെയുള്ള അക്ബർ ആയാലും ബിന്നി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ അക്ബർ പറഞ്ഞത് ഭയങ്കര ഇമോഷനായി എടുത്തിരിക്കുകയാണ് ജിസയിൽ, എല്ലാവരും എന്നെ എന്തിനു പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ആര്യനും വരുന്നുണ്ട്. ആര്യൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്താണ് ജയിൽ നോമിനേഷനിൽ ജിസയിലിന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ബിന്നിയും അക്ബറും ഞങ്ങളുടെ ഗ്രൂപ്പ് തീരുമാനിച്ചതാണ് ഒരുപോലെ നോമിനേഷൻ ചെയ്യാമെന്നൊക്കെ. പക്ഷേ ബിന്നി പറഞ്ഞ ഇത് മാറിയത് കാരണം ഞാൻ ജിസേലിനെ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ എണീച്ചു, എപ്പോഴാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയത്, ഇത് ഞങ്ങളുടെ ഓൺ ഡിസിഷനാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സംസാരം ഉണ്ടാകുന്നുണ്ട്. സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരുപാട് സംസാരമൊക്കെ ഉണ്ടാവില്ല. എന്നിട്ട് അതിനുശേഷം പിന്നെ ആരും നോമിനേഷൻ ചെയ്തത് അനീഷിനെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ റിംഗ് മാസ്റ്ററായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടും ചെയ്തില്ല എന്നുള്ള. അപ്പോൾ അനീഷിനെ അവിടെ നോമിനേഷൻ ചെയ്യുമ്പോൾ അനീഷിൻ്റെ റിഫ്ലക്ഷൻ, അതായത് റിയാക്ഷൻ കാണിക്കണം, ചെയ്യും ഇങ്ങനെ, അതായത് പറയും നീ എന്ത് തേങ്ങ വേണമെങ്കിലും പറഞ്ഞോ എന്നുള്ള രീതിയിലുള്ള ആക്ഷനായിരുന്നു അനീഷിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ലക്ഷ്മിനെ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്ത് തന്നെയാണ് ചെയ്തത്. അപ്പം ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. ലക്ഷ്മിയും ജിസയിലാണ് ജയിലിലേക്ക് പോകേണ്ടത്. അപ്പോഴത്തേനും ജിസയിൽ കരയാൻ തുടങ്ങി. എന്നെ എന്തിനെല്ലാവരും പറഞ്ഞ്, എല്ലാവർക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നെ എല്ലാവരും പറഞ്ഞ്, എല്ലാവർക്കും ഞാൻ പെറാട്ട ഉണ്ടാക്കി കൊടുത്തില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തിന്നിട്ട് എല്ലാവരും എന്നെ തന്നെ ജയിലിലേക്ക് വിടുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കരയുന്നതാണ് കാണിക്കുന്നത്. ആര്യൻ പിന്നാലെ പോകുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചില്ലേ, ഇപ്പം എല്ലാ ഹൗസ്മേറ്റ്സും എനിക്കെതിരെയല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അക്ബർ അക്ബറിന് എന്ത് ആവശ്യമുണ്ട് ഇതിൻ്റെ പിന്നാലെ പോകണം, അക്ബർ ഒരു തീരുമാനം എടുത്തു, അതിലവിടെ പിടിച്ച് നിന്നൂടെ,
അക്ബർ പിന്നാലെ പോയി സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, പക്ഷേ ഇവൻ പറഞ്ഞത് റോങ് ആണ്, ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തതെന്നൊക്കെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവൻ പിൻവലിക്കേണ്ടതല്ലേ, ഞങ്ങൾ അങ്ങനെയാണോ ചെയ്തത്. അപ്പം ജിസേൽ ചോദിക്കേണ്ടത് ലക്ഷ്മിനേക്കാളും മോശമാണല്ലേ ഞാൻ, കാരണം അക്ബർ ഫസ്റ്റ് പറഞ്ഞത് ജിസേലിനെയാണ്, അത് കഴിഞ്ഞിട്ടാണ് ലക്ഷ്മിനെ പറഞ്ഞത്. അപ്പോൾ ജിസേൽ ചോദിക്കേണ്ടത് ലക്ഷ്മിനേക്കാളും മോശമാണല്ലേ ഞാൻ, എന്നെയാണ് ഫസ്റ്റ് പറഞ്ഞതെന്നുള്ള. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അക്ബർ പിന്നാലെ നടന്ന് കോംപ്രമൈസ് ചെയ്യാൻ എന്തിന്, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നൂടെ, അതെത്ര വലിയ നല്ല കാര്യമായിട്ട് പറഞ്ഞാൽ ആരെയും. പിന്നെ അങ്ങനെയാണ് എന്താ പറയുക, ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു ലേഡി ബിഗ് ബോസ് ആയിട്ടാണ് ജിസേലിനെ കാണുന്നത്. അപ്പം ആ രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. ജിസേൽ കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. മസ്താനി ഉണ്ടായിട്ടും കൂടെ അക്ബർ എന്തിനാണ് മസ്താനിനെ പറയായിരുന്നില്ലേ, ജിസേലിന് എന്തിനാ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് അക്ബർക്ക് നേരെ വരുന്നത്. അടുത്ത കാണിച്ചാണ് ഓർമ്മപാതയിലൂടെ എന്നൊരു സ്പോൺസേർഡ് ടാസ്ക്, അതായത് ബർജർ പെയിൻറ്റിൻ്റെ ഒരു ടാസ്ക്കാണ് കാണിച്ചത്. അതിനുശേഷം പിന്നെ ജയിലിലേക്ക് പോവുകയാണ് നമ്മുടെ ജിസയിലും ലക്ഷ്മിയും കൂടെ ജയിലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ലക്ഷ്മിൻ്റെ വക സ്ത്രീകൾക്കുള്ളതാണ് ഈ ബിഗ് ബോസ് ജയിൽ എന്നുള്ള, അത് കേൾക്കുമ്പോൾ തന്നെ ക്രിഞ്ച് എന്ന് വിചാരിച്ചിട്ട് എന്തോന്നാ എന്ന് വിചാരിച്ച്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് ജിസയിലിൻ്റെ കൂടെ ജയിലിൽ കിടക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നുള്ളത്, അതായത് ഏറ്റവും കൂടുതൽ ജിസയിലാണ് ജയിലിൽ കിടന്നത്. അപ്പോൾ ജിസയിലിൻ്റെ കൂടെ അപ്പോൾ ഇതിന് മറ്റുള്ളവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നല്ല ഉദ്ദേശിച്ചില്ല പറഞ്ഞത്, നിങ്ങൾ എന്തിനാ അതിനെ വളച്ചു പിടിക്കണേ എന്നുള്ള രീതിയിലൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടേക്കുള്ള പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളിമണ്ണ് കൊടുത്തിട്ട് ഇവരുടെ ഹൗസ് മേറ്റ്സ് വന്നിരിക്കും, ആ രൂപം ഇവർ ഉണ്ടാക്കണം എന്നായിരുന്നു പണിഷ്മെൻറ്റ്. അപ്പം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദില അവിടെ വന്നിട്ട് ഇരുന്ന് ഇവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നൂറയും അനുമോളും വിളിക്കുന്നുണ്ട്. ആദില ഇവിടെ ഇരുന്ന് ഉറങ്ങല്ലേ, പാത്രം കഴുകാനുണ്ട്, പോയി അത് കഴുകി വെച്ചിട്ട് ഉറങ്ങാമെന്ന് പറയുമ്പോൾ എനിക്ക് വയ്യ, എൻ്റെ കാൽ വേദന എടുക്കണം, ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഇല്ല ചെയ്തിട്ട് വേണം കിടക്കാനെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷിനെ പോയി വിളിക്കുന്നുണ്ട്. വെസൽ ടീം ക്യാപ്റ്റൻ അനീഷാണല്ലോ. അപ്പോൾ അനീഷിനെ പോയി വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് വന്ന് അതിലേ വിളിക്കുന്നുണ്ട്, ആ പാത്രം കഴുകി വെച്ച് കിടക്കും, ഇന്നലെ മുതൽ നിന്നോട് ഇതിനു വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, നീ വരുന്നില്ല, ഞങ്ങൾ തന്നെയാണ് ചെയ്യണത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഞാൻ വരില്ല, എന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചെയ്താൽ ഞാൻ വരില്ല, ഇങ്ങനെയൊന്നും എന്നെ വിളിച്ചാൽ ഞാൻ വരില്ല, എനിക്ക് തോന്നുമ്പോഴേ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ വാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേനും അനുമോളും നൂറയും പോയിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പാത്രം കഴുകി വെച്ചു, ഇനി അനീഷേട്ടൻ പോയിക്കോ പറയുമ്പോൾ അങ്ങനെയല്ല, അവരവരുടെ ഡ്യൂട്ടി അവരവർ ചെയ്യണം, ആരെങ്കിലും ചെയ്താൽ പോരാ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ദേഷ്യത്തിൽ ആദില എന്താ ചെയ്യുന്നത് വെച്ചാൽ വാഷ്റൂമിൽ പോയ അനീഷിൻ്റെ വാതിലിൽ കിടന്ന് ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷിൻ്റെ ബ്ലാങ്കറ്റൊക്കെ എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ബെഡിലൊക്കെ ഇടുന്നുണ്ട്. അപ്പം നൂറ് വന്ന് പറയുന്നുണ്ട് ഓവർ ആവരുത്, ഇതൊക്കെ ഇത്തിരി ഓവറാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് മുഴുവൻ റെസ്പോൺസിബിലിറ്റി ബേബി ഏൽക്കേണ്ടി വരും പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നിട്ട് ഞാനൊന്നും ഏൽക്കില്ല, നീ തന്നെ ഏറ്റു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അയാളുടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അനുമോളുടെ അടുത്ത് പോയിരുന്നിട്ട് രണ്ടുപേരും കൂടെ വഴക്കിടുന്ന പോലെ പറയുന്നുണ്ട്, നിൻ്റെ കാര്യം നീ നോക്കിയാൽ മതി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോൾ നൂറ പറയുന്നുണ്ട് അങ്ങനെയല്ല, ഇതൊക്കെ ഇത്തിരി ഓവറാണ്, 10 ദിവസത്തിനുള്ള കണ്ടൻറ്റ് ഒരു ദിവസം കൊണ്ട് കൊടുക്കണ്ട, 10 ദിവസമായിട്ട് കൊടുക്കാൻ നമുക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ തീരുമാനമാണ്, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ വഴക്കിടാൻ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്, അവരുടെ ഇടയിലേക്ക് നിങ്ങളിങ്ങനെ കാണിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന അനീഷിനെ അതിലങ്ങനെ കുലിക്കണ്, ഉറങ്ങിയ ആളാണ് തോന്നുന്നു, 1:30 എങ്ങാണ്ടായി സമയം. അനീഷിട്ടാ സുലൈമാനി വേണോ എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നതാണ്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ സാറ്റർഡേ എപ്പിസോഡിന് വെയിറ്റിംഗ് ആണ്. ലക്ഷ്മിക്ക് എന്ത് പണിഷ്മെൻ്റാണ് കൊടുക്കാൻ പോകുന്നത്, ലക്ഷ്മിനെ ഔട്ടാക്കുമോ എന്താണെന്നൊക്കെ അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും അതിനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്നും ആർക്കാണ് നിങ്ങളുടെ വോട്ടെന്നും ഒന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.